പാർട്ടീഷൻസ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇപ്പൊ ഒരു നമ്പർ തന്നിട്ട് അതിനെ എത്രയായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഇപ്പൊ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ഓൾ പാർട്ടീഷൻസ് ഓഫ് 6. റൈറ്റ് ഡൗൺ ഓൾ പാർട്ടീഷൻസ് ഓഫ് 6. റൈറ്റ് ഡൗൺ ഓൾ പാർട്ടീഷൻസ് ഓഫ് 6. 6ന്റെ എല്ലാ പാർട്ടീഷനും കണ്ടുപിടിക്കണം. ഓൾസോ ഫൈൻഡ് P6 the whole cube, comma P6 raised to 4. Also find P6 cube, P6 raised to 4 എന്ന് പറയുമ്പം 6 എന്ന് പറയുന്ന നമ്പറിനെ 3ആയിട്ട് പാർട്ടീഷൻ ചെയ്തതിന്റെ എണ്ണം കാണണം. 6 എന്ന് പറയുന്ന നമ്പറിനെ 4ആയിട്ട് പാർട്ടീഷൻ ചെയ്തതിന്റെ എണ്ണം കാണണം. അപ്പം ക്വസ്റ്റ്യൻ നോക്കുക. 6 എന്ന് പറയുന്ന നമ്പറിനെ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് എഴുതുന്ന നമ്പർ ഓഫ് പാർട്സ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഇത് പാർട്ടീഷൻ ആണ്. പാർട്ടീഷൻ ഇതിനകത്ത് 6 എന്ന് പറയുന്ന നമ്പറിനെ ഒറ്റ പാർട്ടായിട്ട് 6 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ 2 വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുമ്പം 6 കിട്ടണം. 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടണം. നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ, 1 തൊട്ടുള്ള നമ്പേഴ്സ്. അപ്പൊ അതിന് 6 കിട്ടാൻ, അതായത് 2 വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടാൻ 1 + 5, 1 + 5ഉം 5 + 1ഉം ഒന്ന് തന്നെയാണ്. ബാക്കി പറഞ്ഞ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 6 കിട്ടുന്ന നമ്പേഴ്സ് 2 + 4. വീണ്ടും 3 + 3. 3 + 3. ഇത് 3 എണ്ണവേ ഉള്ളൂ. 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന 3 എണ്ണം. 3ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. 3 വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടണം. ഒരെണ്ണം പറഞ്ഞ 1 + 1 + 4. പറ. 1 + 2 + 3. 1 + 2 + 3, കോമ പിന്നെ ഒന്നുകൂടി 3 നമ്പർ ആഡ് ചെയ്യുമ്പോ 6 കിട്ടുന്നത് 3ആയിട്ട് ആഡ് ചെയ്യുമ്പോ 2 + 2 + 2. 2 + 2 + 2. പിന്നെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോ 1 + 1 + 1 + 3. പിന്നെ ഇനിയുണ്ട് 4 നമ്പർ വേണം, അത് കൂട്ടുമ്പോ 6 കിട്ടണം. പിന്നെ ഏതാ? 1 + 1 + 2 + 2. കറക്റ്റ്. 1 + 1 + 2 + 2. 5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോ 5ആയിട്ട് 1 + 1 + 2 3 4 5. വേറെ ഇനി വരത്തില്ല. 5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. 6ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നതും ഒരെണ്ണവേ ഉള്ളൂ. 1 + 1 + 3 4 5 6. 6 എണ്ണം. ഇതിനകത്ത് P6 3 എന്ന് ചോദിച്ചാൽ 6 എന്ന് പറയുന്ന നമ്പറിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 1 2 3. കണ്ടോ? 6 എന്ന് പറയുന്ന നമ്പറിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 3 എണ്ണം. P6 4 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 1 2 2 P6 4 എന്ന് പറഞ്ഞാൽ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് 2 എണ്ണം. ഇതാണ് ആൻസർ. കണ്ടോ? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഓൾ പാർട്ടീഷൻസ് ഓഫ് 7. റൈറ്റ് ഓൾ പാർട്ടീഷൻസ് ഓഫ് 7. ഓൾസോ ഫൈൻഡ് P7 3.
ഓൾസോ ഫൈൻഡ് P73, P72. റൈറ്റ് ഓൾ പാർട്ടീഷൻസ് ഓഫ് 7. ഇത് രണ്ടും കണ്ടുപിടിക്കണം. റൈറ്റ് ഓൾ പാർട്ടീഷൻസ് ഓഫ് 7ഉം ഓൾസോ ഫൈൻഡ് P73യും P72ം ചെയ്തേ. 7ന്റെ പാർട്ടീഷനായിട്ട് P73യും P72ം കണ്ടുപിടിക്കണം. 7 ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്ക്. 7 ആണെങ്കിൽ 7 എണ്ണം വരും, 7 പാർട്സ് വരും. 7 പാർട്സ് വരെ 1 2 3 4 5 6 7 വരെ വരും. ചെയ്യും. നമ്പർ ഓഫ് പാർട്സ് ഒരു പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരെണ്ണം 7. നമ്പർ ഓഫ് പാർട്സും പാർട്ടീഷനും രണ്ടായിട്ട് രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 7 വരുന്നത് 1 + 6, 2 + 5, 4 + 3. ഇത് 3വേ ഉള്ളൂ. ഇനി 3ആയിട്ട് അങ്ങനെ എഴുത്. 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് അങ്ങനെ 7 പ്രാവശ്യത്തേത് വരെ ചെയ്യും. പാർട്ടീഷനും എഴുതണം, പറയുന്നത് എടുത്ത് എഴുതുകയും വേണം. മിസ് ഈ ഒരു അവയെ മാത്രമേ ഉള്ളൂ ഇത് കണ്ടുപിടിക്കാൻ? ഏതാടാ പാർട്ടീഷനോ? ഇതേ ഉള്ളൂ. പിന്നെ പാർട്ടീഷൻ ഇതേ ഉള്ളൂ. വേറെ എന്തോടാ ചോദിച്ചേ? മനസ്സിൽ പെർമ്യൂട്ടേഷന്റെ ആണോ ചോദിച്ചേ? അല്ല, പെട്ടെന്ന് ഇത് ഇപ്പം വലിയ നമ്പേഴ്സ് ഒക്കെ വന്നു നമ്പർ വരത്തില്ലടാ, 8 വരെ ഉള്ളതേ വരത്തുള്ളൂ. സാധാരണ 6 7 5 ചോദിക്കും. അതിൽ ഏതേലും ഒരെണ്ണം വരും. 7 വരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് P7 ക്യൂബ് ചെയ്യും. മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാടാ? 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 1 + 1 + 5 ഒരെണ്ണം. പിന്നെ ഏതാ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്? 1 + 2 + 4. ശരിയാ. 1 + 3 + 3. കറക്റ്റ്. 2 + 2 + 3. ഓക്കെ. അപ്പൊ 4 എണ്ണം. അപ്പൊ P73 എന്ന് പറഞ്ഞാൽ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 4 എണ്ണം. P72ം കൂടി. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് 3 എണ്ണമല്ലേ ഉള്ളൂ. 3. ബാക്കി അറിയാമായിരിക്കും. 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം അത് 1 + 1 + 1 + 4, 1 + 1 + 2 + 3, 1 + 2 + 2 + 2 അങ്ങനെയുള്ള സെക്ഷനാണ്. അതറിയാം. ബാക്കി 5 പാർട്സ് ആക്കണം, 6 പാർട്സ് ആക്കണം, 7 പാർട്സ് ആക്കണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതാണ് പാർട്ടീഷൻസ്. 7ന്റെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 6ന്റെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പിന്നെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ അതിനു മുമ്പ് വേറെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചപ്പം ഗ്രാഫ് തിയറിയുടെ കുറച്ച് ക്ലാസ് എടുത്തു. അതിനകത്ത് ഗ്രാഫിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ പഠിച്ചു. അപ്പൊ ഒരു ഗ്രാഫിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ പഠിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ അഡ്ജസൻസി മെട്രിക്സ് പഠിച്ചു. ഒരു ഗ്രാഫ് വന്നിട്ട് അഡ്ജസൻസി മെട്രിക്സ് എഴുതാനും മെട്രിക്സ് വന്നിട്ട് ഗ്രാഫ് വരയ്ക്കാനും പഠിച്ചു. അതൊരു മെത്തേഡ്. പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ
ഇപ്പം ഡ്രോ ദി ഗ്രാഫ്, ഡ്രോ ദി ഗ്രാഫ്, ഡ്രോ ദി ഗ്രാഫ് having their adjacency matrix, having their adjacency matrix. Draw the graph having their adjacency matrix 1 1 0 1 0 1 0 1 0 0 0 1 0 1 0 1 0 1 0 0 ലാസ്റ്റ് 4 വാല്യൂ 0 ഒരു വാല്യൂ 1. ഇങ്ങനെ അഡ്ജസൻസി മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാനും ക്വസ്റ്റ്യൻ ഉണ്ട്. അഡ്ജസൻസി മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ, മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ തരുമ്പം അന്ന് പഠിച്ചത് ഓർക്കണം, എപ്പോഴും ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും തരിക. സ്ക്വയർ മെട്രിക്സ് തരുമ്പം നമ്മൾ അതിനെ വെർട്ടീസസ് ആയിട്ടൊന്ന് ലിസ്റ്റ് ചെയ്യണം. V1 V2 V3 V4 V5. ഇവിടെയും V1 V2 V3 V4 V5. അപ്പൊ 5/5 ആണ്. 5 ആയിരിക്കും അതിന്റെ ഓർഡർ. അപ്പം 5 എന്താണ് വെർട്ടീസസ് വരും, 5 വെർട്ടീസസ് 1 2 3 4 5 എവിടെയെങ്കിലും ഒന്ന്, ഒരേ ലൈനിൽ വരയ്ക്കരുത്, ബുദ്ധിമുട്ടാണ് നമുക്ക് വരയ്ക്കാൻ. V1 V2 V3 V4 V5 5 വെർട്ടീസസ്. V1 to V1 1 ആണ്. അപ്പൊ V1-ൽ തുടങ്ങി V1-ൽ അഡ്ജസന്റ് ആകുന്നത് 1 എന്ന് പറഞ്ഞാൽ V1-ൽ തുടങ്ങി V1-ൽ അവസാനിക്കുന്നത് ഒരെണ്ണം ഉണ്ട്. V1-ൽ നിന്നും V2-ലോട്ട് 1, V1-ൽ നിന്നും V2-ലോട്ട് 1, V1 to V3 0, V1 to V4 1, V1 to V5 0, V2 to V1 1, V2 to V1 1, V2 to V2 0, V2 to V3 1, V2 to V4 0, V2 to V5 0, V3 to V1 0, V3 to V2 1. അത് വരച്ചു. V3 to V3 0, V3 to V4 1, V3 to V5 0, V4 to V1 1, V4 അത് വരച്ചു. V4 to V2 0, പിന്നെ V4 to V2 0, V4 to V3 1, V4 to V3 1 വരച്ചു. ബാക്കി രണ്ടും ഇല്ല. V5 തുടങ്ങിയത് ഇതെല്ലാം 0, V5 to V5 1 ആണ്. ഇത് പല രീതി വരയ്ക്കാം, അന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് മെട്രിക്സിന് അതിന്റെ ഓരോന്നിന്റെ ഡിഗ്രി സെയിം ആയിരിക്കും എന്ന് പഠിച്ചു. ഇതായിരുന്നു നമ്മൾ പഠിച്ച അഡ്ജസൻസി മെട്രിക്സ്. തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാനും ഗ്രാഫ് തന്നിട്ട് അഡ്ജസൻസി മെട്രിക്സ് എഴുതാനും പഠിച്ചു. രണ്ടാമത്തെ ടൈപ്പ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയിരുന്നു ഇൻസിഡൻസ് മെട്രിക്സ്. ഇൻസിഡൻസ് മെട്രിക്സ്, ഇൻസിഡൻസ് മെട്രിക്സ്, ഇൻസിഡൻസ് മെട്രിക്സ്. ഇൻസിഡൻസ് മെട്രിക്സില് മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറയത്തില്ല. ഗ്രാഫിൽ നിന്ന് മെട്രിക്സ് ഫോം ചെയ്യാനേ പറയുള്ളൂ. ഗ്രാഫിൽ നിന്ന് മെട്രിക്സ് ഫോം ചെയ്യണം. അപ്പൊ അതെ, ഇതൊരു ഗ്രാഫാണ്, അതിൽ നിന്ന് മെട്രിക്സ് ഫോം ചെയ്യാൻ, മെട്രിക്സ് ഫോം ചെയ്യാൻ ഇപ്പൊ എന്തേ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. V1 V2 V3 V4 4 വെർട്ടീസസും E1 E2 E3 E4 E5 E6 6 എഡ്ജസും ഉണ്ട്, 4 വെർട്ടീസസും ഉണ്ട്. 6 എഡ്ജസും 4 വെർട്ടീസസും. V1 V2 V3 V4 4 വെർട്ടീസസും 6 എഡ്ജസും. ഇതിനകത്ത് ഇൻസിഡൻസ് മെട്രിക്സില് മെട്രിക്സ് ഫോം ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ
ഓർഡർ എന്ന് പറയുന്ന എപ്പോഴും ഓർഡർ അറിയാം. റോ ആയിട്ട് പറയുന്നത് ഫസ്റ്റും കോളമായിട്ട് പറയുന്ന സെക്കൻഡ് എഴുതുമ്പം എത്ര റോ ആണ് വരുന്നതെന്ന് നോക്കുന്നത് അവിടുത്തെ നമ്പർ ഓഫ് വെർട്ടീസസ് ആണ്. 1, 2, 3, 4 വെർട്ടീസസ്. എത്ര റോ ആണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതാണ് നമ്പർ ഓഫ് വെർട്ടീസസ്. കോളമായിട്ട് പറയുന്നതാണ് എഡ്ജസിന്റെ എണ്ണം. 6 എഡ്ജസും 4 റോയും 6 കോളവും. ഓർഡർ പറയുമ്പം ഇതില് വെർട്ടീസസ് എഴുതുന്നത് റോയുടെ എണ്ണം, കോളമായിട്ട് പറയുന്നത് എഡ്ജസിന്റെ എണ്ണം. അതായത് 4 വെർട്ടീസസ് V1, V2, V3, V4, 4 റോ, കോളം 6 എഡ്ജസ് E1, E2, E3, E4, E5, E6. 6 കോളവും 4 റോയും. റോ പറയുന്നത് വെർട്ടീസസും കോളം പറയുന്നത് എഡ്ജസും. പിന്നെ നോക്കുക, V1 എന്ന് പറയുന്ന വെർട്ടെക്സ് E1 ആയിട്ട് എഡ്ജ് ആയിട്ട് ഇൻസിഡന്റ് ആകുന്നത്, കൂട്ടിമുട്ടുന്നത് ലൂപ്പ് ആണെങ്കിൽ 2ഉം ഒറ്റ എഡ്ജ് മാത്രമാണ് 1ഉം, ഒന്നും ഇൻസിഡന്റ് അല്ലെങ്കിൽ 0യും കൊടുക്കണം. ലൂപ്പ് ആണെങ്കിൽ 2. V1 E1 ഇൻസിഡന്റ് ആകുന്നത് ലൂപ്പാണ്. V1 കൂട്ടിമുട്ടുന്ന E1 ലൂപ്പ് ആണെങ്കിൽ 2. V1 കൂട്ടിമുട്ടുന്ന E2 ഒരു ലൈനാണ്, അപ്പൊ അത് 1. V1 വേറെ ഒന്നും ഇൻസിഡന്റ് ആകുന്നില്ല, അതുകൊണ്ട് ബാക്കിയെല്ലാം 0. കണ്ടോ? V1 എത്തിച്ചേരുന്ന എഡ്ജസ് ലൂപ്പ് ആണെങ്കിൽ 1, ഒരു ലൈൻ ആണെങ്കിൽ 1, ഒന്നുമില്ല 0. ലൂപ്പാണ് 2, ലൈൻ ആണെങ്കിൽ 1, ബാക്കിയെല്ലാം 0. V2 എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഇൻസിഡന്റ് ആകുന്ന ഏതൊക്കെയാ നോക്കുക. E2 ഉണ്ട്, E2 ഉണ്ട്. V2 കൂട്ടിമുട്ടുന്ന E2 ഉണ്ട്, അപ്പൊ അത് 1. V2 കൂട്ടിമുട്ടുന്ന E3 ഉണ്ട്, E3 1. V2 കൂട്ടിമുട്ടുന്നത് വേറെ ഒന്നുമില്ല, അപ്പൊ ബാക്കിയെല്ലാം 0 ആണ്. V3 E4 1. V2 E4. V3 പറഞ്ഞേ. V3 കൂട്ടുമുട്ടുന്ന E3 E5 E6. ബാക്കി എല്ലാ വാല്യൂസും 0. V4 E4 E5 E6, ബാക്കി എല്ലാ വാല്യൂം 0. കണ്ടോ? ഇതാണ് ഇൻസിഡൻസ് മെട്രിക്സ്. എന്ന് പറയും. ഇൻസിഡൻസ് മെട്രിക്സ്. ഇത് ഗ്രാഫ് തന്നിട്ട് ഇൻസിഡൻസ് മെട്രിക്സ് എഴുതാനേ ക്വസ്റ്റ്യൻ വരുള്ളൂ, തിരിച്ചു ചെയ്യാൻ പറയത്തില്ല. അത് അഡ്ജസൻസിക്ക് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്, വരച്ച്. ഇതൊരു വെർട്ടെക്സ് V1, V2, V3, V4. ഏറ്റവും മുകളിലത്തേത് E1, ഇതിനകത്ത് E2, ഇത് E3, E4, ഇവിടെ E5, E6 ഇവിടെ ഉണ്ട്, E7, താഴെ കൂടി വരുന്നത് E8. ഇത് പാരലഡ്ജ് അല്ല, ഇത് ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്, E8. ഇൻസിഡൻസ് മെട്രിക്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇൻസിഡൻസ് മെട്രിക്സ് ഫോം ചെയ്യണം. ഇതിനകത്തെ വെർട്ടീസസിന്റെ എണ്ണം റോ ആയിട്ടും എഡ്ജസിന്റെ എണ്ണം കോളം ആയിട്ട് എഴുതുമ്പം 4 വെർട്ടീസസും 8 എഡ്ജസും ആണ്. അപ്പൊ അവിടെ 4/8 എന്നാണ്. 4/8 4 വെർട്ടീസസ് V1, V2,
V3, V4. എഡ്ജസിന്റെ എണ്ണം 8 എണ്ണം, എഡ്ജസ് 8 എണ്ണം. E1, E2 അങ്ങനെ 8 എഡ്ജസ് കൊടുത്തേ. മൊത്തം എഴുതണേ. E1, E2, E3, E4, E5 അങ്ങനെ എഴുതണം. ഇനി അത് ഫസ്റ്റ് റോ ഫില്ല് ചെയ്ത റോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. V1 കൂട്ടിമുട്ടുന്ന എഡ്ജ് ലൂപ്പാണ് 2 കൊടുക്ക്. ആ കറസ്പോണ്ടിങ് ലൂപ്പാണ് 2. റോ പറഞ്ഞേടാ, റോ പറഞ്ഞേ. V1 എന്ന് പറഞ്ഞ റോ പറഞ്ഞേ. 2, 2, 2, 2, 1, 1, 1, 0, 0, 0. വെരി ഗുഡ്, കറക്റ്റ്. 2 വാല്യൂ 2, 3 വാല്യൂ 1, ബാക്കി മൊത്തം 0. അടുത്ത റോ എഴുത്. V2 എഴുത്. V2ന്റെ റോ. V2ന്റെ റോ. സീറോ സീറോ V2ന്റെ റോ എഴുതിയിട്ട് വായിക്കണേടാ. 0, 0, 1, 0, 0, 1, 0, 1. കറക്റ്റ്. 0, 0, 1, 0, 0, 1, 0, 1. ശരിയാ. ഇനി V3. 0, 0, 0, 1, 0, 1, 1, 0. ശരിയാടാ. 3 0, 1 0, 1 1 0. 3 0, 1 0, 1 1 0. പിന്നെ V4. 0, 0, 0, 0, 1, 0, 1, 1. കറക്റ്റ്. 4 0യും 1 0 1 1. അതായിരുന്നു ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ. ഇൻസിഡൻസ് മെട്രിക്സ് കാണാൻ ഇൻസിഡൻസ് മെട്രിക്സ് ഫോം ചെയ്യണം. പിന്നെ അടുത്ത ടൈപ്പാണ് പാത്ത് മെട്രിക്സ്. പാത്ത് മെട്രിക്സ്. പാത്ത് മെട്രിക്സ്. പാത്ത് മെട്രിക്സിനകത്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഇതെല്ലാം പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിക്കുന്ന. പാത്ത് മെട്രിക്സിനകത്ത് ഇതൊരു ഗ്രാഫ് വന്നാണ്. വെർട്ടീസസ് എല്ലാം ബോൾഡായിട്ട് വരയ്ക്കുക. ഇങ്ങോട്ടൊരു എഡ്ജ് കൂടെ ഉണ്ട്. V1, V2, V3, V4, V5, V6. എഡ്ജസിന്റെ എണ്ണം A, B, C, D, E, F, G, H. ഇത്ര എഡ്ജസ്. A തൊട്ട് H വരെ. ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഒരു മൊത്തത്തിൽ പാത്ത് മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ പറയും ഏതെങ്കിലും ഒരു പെയർ തന്നിട്ട്, അല്ലെ ഏതെങ്കിലും ഒരു ജോഡി വെർട്ടീസ് തന്നിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന പാത്ത് മെട്രിക്സ് ഫോം ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് V3യിൽ നിന്നും V4 പോകുന്ന പാത്ത് മെട്രിക്സ് ആണ് ചോദിച്ചത്. V3യിൽ നിന്നും V4 പോകുന്ന പാത്ത്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ V3 to V4 പാത്ത് മെട്രിക്സ് ഫോം ചെയ്യാൻ പറഞ്ഞാൽ V3യിൽ നിന്ന് V4 ഏതൊക്കെ ടൈപ്പ് പാത്ത് ഉണ്ടെന്ന് നോക്കണം. അന്ന് നമ്മൾ പഠിച്ചു, വോക്ക് പഠിച്ചു. പാത്ത് എന്ന് പറഞ്ഞാൽ വെർട്ടീസസ് എല്ലാം ഡിസ്റ്റിന്റ് ആയിട്ട് വരുന്ന ഫൈനൈറ്റ് സീക്വൻസ് ആയിരിക്കണം. അതാണ് പാത്ത്. V3യിൽ നിന്നും V4 പോകുന്ന പാത്ത്. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാത്ത് ഏതാന്ന് സൈഡിൽ എഴുതണം. V3യിൽ നിന്നും V4 വെർട്ടീസസ് എല്ലാം ഡിസ്റ്റിന്റ് വരുന്ന റൂട്ട്സ് സൈഡിൽ എഴുതണം. ഇപ്പം ഒരാൾ എഴുതുന്ന റൂട്ട് ആയിരിക്കില്ല വേറൊരാൾ ആദ്യം എഴുതുക. 4 റൂട്ടാണ്, 4 റൂട്ടും വരും. പക്ഷെ അതിന്റെ ഓർഡർ നമ്മൾ സൈഡിൽ കാണിക്കണം. V3യിൽ നിന്നും V4 പോകുന്ന ഡിസ്റ്റിന്റ് വെർട്ടീസസ് വഴി പോകുന്ന മാത്രം വരുന്ന വോക്കാണ് അവിടെ എഴുതേണ്ടത്. വോക്ക് തന്നെയാണ്, ഡിസ്റ്റിന്റ് വെർട്ടീസസ് ആയിരിക്കണം. V3യിൽ നിന്നും V4 ഏതൊക്കെ റൂട്ട് വഴി പോകാം? മാം ഡൗട്ട് ചോദിച്ചോട്ടെ.
ഈ പാത്ത് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റന്റ് വെർട്ടീസസ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം വോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടീസസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന വോക്ക് എന്ന് പറഞ്ഞാൽ അവിടം തുടങ്ങി അവിടെ അവസാനിക്കുമ്പം ഏത് റൂട്ട് വഴി വേണേലും പോകാം. അതായത് V3യിൽ നിന്ന് V6 നോക്കണം. V3, V2, V4, V6 അല്ലെ V3യിൽ നിന്നും വേറെ ഏതെങ്കിലും റൂട്ട് V3, V2, V5, V1, V2, V3 ഇങ്ങനെ ഏതേലും ഒക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ എങ്ങനെ പറയുന്ന സീക്വൻസിനെ പറയുന്നതാണ് വോക്ക്. ഒരു വെർട്ടെക്സിൽ തുടങ്ങി വേറെ വെർട്ടെക്സിൽ അവസാനിക്കണമെന്നേ ഉള്ളൂ. ഇടയ്ക്ക് വരുന്ന വെർട്ടീസസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരാം, വരാതിരിക്കാം. ഫൈനൈറ്റ് സീക്വൻസ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് വോക്ക്. ആ ഫൈനൈറ്റ് സീക്വൻസിൽ വെർട്ടീസസ് എല്ലാം വ്യത്യാസം വരണം, ഡിസ്റ്റിന്റ് ആയിരിക്കണം. അങ്ങനെ വരുന്നതാണ് പാത്ത്. അതാണ് പാത്ത്. പോകുന്ന റൂട്ട് ഇപ്പൊ V3 തുടങ്ങി V4ൽ അവസാനിക്കുന്ന ഏത് റൂട്ടും എടുക്കാം. ഇന്റേണൽ വെർട്ടീസസ്, അകത്ത് വരുന്ന വെർട്ടീസസ് എല്ലാം ഡിസ്റ്റന്റ് ആയിരിക്കണം. ഒരെണ്ണം ഞാൻ പറയാം. അത് ഇവിടെ നോക്കി. V3 തുടങ്ങി V4ൽ വരുമ്പം V3 ഈ എഡ്ജൂടെ പറഞ്ഞേക്കണേ. V3H, V2, V3H, V2, E, V4 കണ്ടോ? V3H, V2, E, V4 ഒരു റൂട്ട് വന്നു. ഇങ്ങനെ V3യിൽ നിന്ന് V4ലോട്ട് ഈ ഗ്രാഫിൽ ഏതൊക്കെ വഴി പോകാവോ ആ വഴിയെല്ലാം എടുക്കണം. അതില് വെർട്ടീസസ് റിപ്പീറ്റ് ചെയ്ത് വരരുത്. ഇടയ്ക്ക് വരുന്ന വെർട്ടീസസ് റിപ്പീറ്റ് ചെയ്ത് വരരുത്. അതാണ് പാത്ത്. ഇടയ്ക്ക് വരുന്ന വെർട്ടീസസ് ഈ എഡ്ജസ് റിപ്പീറ്റ് ചെയ്ത് വരരുത്. അതാണ് ട്രെയിൽ. ഒരിടത്ത് തുടങ്ങി അവിടെ അവസാനിക്കാം. അതാണ് സൈക്കിൾ. അവിടെ വെർട്ടീസസ് എല്ലാം ഡിസ്റ്റന്റ് ആയിരിക്കണം. ഇതാണ് നമ്മൾ അന്ന് പഠിച്ചത്. V3യിൽ നിന്ന് V4ലോട്ട് വേറെ റൂട്ട് പറഞ്ഞേ. V3യിൽ നിന്ന് V4ലോട്ട് ഈ ഗ്രാഫിൽ ഏതുവഴിയൊക്കെ പോകാം ആ റൂട്ട് എല്ലാം പറ. V3 V3H, V2, F, V1, D, V5, C, V4. കറക്റ്റ്. പിന്നെ വേറെ ഇപ്പൊ ഇതുവഴിയാ പോയത്. V3, H, V2, G, ആ V5, C, V4. ഓക്കെ C, V4. പിന്നെ V3യിൽ നിന്ന് V4ലോട്ട് പോണേടാ. V3യിൽ നിന്ന് V4ലോട്ട് പോണം. ഇങ്ങനെയൊന്നും വന്ന് പോയി വരാൻ പറ്റത്തില്ല. കാരണം V4 അവിടെ ഇടയ്ക്ക് വന്നു പോയി. അതൊന്നും പറ്റത്തില്ല. ചില കുട്ടികൾ ഇത് ഒന്നാമതായിട്ട് എഴുതും, ചിലർ ഇത് മൂന്നാമതായിട്ട് എഴുതും. അതൊന്നും പ്രോബ്ലം ഇല്ല. സൈഡിൽ നമ്മൾ എടുക്കുന്ന പാത്ത് അവിടെ കാണിക്കണം. അപ്പൊ അവിടെ 3 പാത്താണുള്ളത്. 1, 2, 3. എഡ്ജസ് നോക്കണം. A, B, C അങ്ങനെ H വരെ എഡ്ജസ് കൊടുക്കും. A, B, C H വരെ കൊടുക്കുക. H വരെ കൊടുക്കണം. ഫസ്റ്റ് പാത്തില് ഏതൊക്കെ എഡ്ജസ് ആണുള്ളത് അവിടെ മാത്രം 1 കൊടുക്കുക. ഫസ്റ്റ് പാത്തിലുള്ള എഡ്ജസ് E ഉണ്ട്, H ഉണ്ട്. E H അങ്ങനെ പോട്ടെ. എന്നിട്ട് ഇയുടെ അവിടെ 1, Hന്റെ അവിടെയും 1 കൊടുക്കണം. ബാക്കി എല്ലാ വാല്യൂ 0 കൊടുത്തേ. അങ്ങനെ ഫില്ല് ചെയ്യേ. ആ ഫസ്റ്റ് പാത്തിലുള്ള ഏതൊക്കെയാണോ അത് മാത്രം 1, ബാക്കിയെല്ലാം 0 കൊടുക്കും. സെക്കൻഡിലുള്ളത് കൊടുത്ത് Hന് 1 കൊടുക്കണം, Fന് 1 കൊടുക്കണം, Dക്ക് 1, Cക്ക് 1 അങ്ങനെ കൊടുക്കുക. H, F, D, C ഇത്രയും 1 കൊടുക്കും. 0, 0 എഴുതിക്ക സെക്കൻഡ് പാത്തിന്റെ.
റോ എഴുതും. വാല്യൂ പറഞ്ഞിട്ട് 0 0 0 0 1 1 0 1 0 1. ഏതിനൊക്കെയാണ് 0 ഒന്നുകൂടെ പറഞ്ഞ 0 0 0 0 1 1 0 1 0 1. കറക്റ്റ് 0 0 1 1 0 1 0 1. തേർഡ് റോയുടെ എച്ചും ജിയും സിക്കും 1 കൊടുക്കും. എച്ചും ജിയും സിയും 0 0 1 0 0 0 1 1. ശരിയാ. 0 0 1 പിന്നെ 3 0 1 1. ഇതാണ് പാത്ത് മെട്രിക്സ്. സർക്യൂട്ട് മെട്രിക്സ് ഉണ്ട്, ചോദിച്ചിട്ടില്ല. ഇത്രയാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സർക്യൂട്ട് മെട്രിക്സ് അത് ചോദിച്ചിട്ടില്ല. പിന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒരു മെട്രിക്സ് ഒരു ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ, കണക്റ്റഡ് ഗ്രാഫ് ഇപ്പൊ ഈ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ അതെ V1 V2 V3 V4 V5 ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ അതിലെ ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 1 പാത്ത് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ഒരു ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫ് ആകണമെങ്കിൽ, കണക്റ്റഡ് ആണെങ്കിൽ ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അറ്റ്ലീസ്റ്റ് 1 പാത്ത് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. പാത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് വെർട്ടീസസ് വഴിയുള്ള റൂട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് കണക്റ്റഡ് ഗ്രാഫ്. ഏതായാലും ഒരു റൂട്ടെങ്കിലും ഡിസ്റ്റന്റ് വെർട്ടീസസ് വഴി നമുക്ക് എടുക്കാം. ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്താൽ അതാണ് കണക്റ്റഡ് ഗ്രാഫ്. ഈ ഗ്രാഫ് കണക്റ്റഡ് ആണോ നോക്കിയേ. ഈ ഗ്രാഫ് ഏതൊരു ജോഡി വെർട്ടീസസ് എടുത്താലും ഒരു പാത്ത് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. അതാണ് കണക്റ്റഡ്. ഇതൊക്കെ നോക്കിക്കേ കണക്റ്റഡ് ആണോന്ന്. V1 V2 V3 V4 ഇതൊക്കെ നോക്കണം കണക്റ്റഡ് ആണോന്ന്. V1 V2 V3 V4 ഈ ഫസ്റ്റ് ഗ്രാഫ് കണക്റ്റഡ് ആണോ? V1 V3 പാത്ത് എക്സിസ്റ്റ് ചെയ്യുവോ? V1 V3 ഇല്ല. എടാ പാത്ത് എന്തുവാ? പാത്ത് എക്സിസ്റ്റ് ചെയ്യും. V3 V4 V2 അങ്ങനെ പോകാം. V1 V3 V1 V2 V4 V3 അല്ലെ V1 V5 V4 V3 കണ്ടോ? ഒരു പാത്ത് എങ്കിലും കിട്ടിയാൽ മതി. ഡിസ്റ്റന്റ് വെർട്ടീസസ് വഴി പോകുന്ന ഒരു പാത്ത് എങ്കിലും കണക്ട് ചെയ്ത അറ്റ്ലീസ്റ്റ് 1 പാത്ത് എങ്കിലും ഉണ്ടാകണം. അതാണ് കണക്റ്റഡ്. V2 V3 V2 V4 V3 V5 V2 V5 V4 V2 കണ്ടോ? അതാണ് അപ്പൊ ഇതില് ഒരു പാത്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. കാണാമോടാ? ഓക്കെ. കണക്റ്റഡ് ഗ്രാഫ് ഇതോ? ഈ ഗ്രാഫ് V1 V2 V3 V4 കണക്റ്റഡ് ആണോ? V1 V4 V1 V2 V3 V4 ഇത് കണക്റ്റഡ് ആണ്. ഇതിനകത്തും അതുപോലെ തന്നെ ഏതൊരു വെർട്ടീസ് തമ്മിൽ എടുത്താലും ഒരു പാത്ത് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. വേറെ ഗ്രാഫ് കാണിക്കാം. ഇവിടെ ഒരു ഗ്രൂപ്പ് ഗ്രാഫാണ് തന്നത്. ഒറ്റ ഗ്രാഫിലാണ് ജി എന്നും പറഞ്ഞ ഒരു ഗ്രാഫാണ് തന്നത്. V1 V2 V3 V4 V5 V6
V7, V8, V9, V10. ഇത് V11. ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാം V1 ഇത് മൊത്തം ഒറ്റ ഗ്രാഫിന്റെയാണ്. അപ്പൊ V1 നിന്നും V4 നോക്കുമ്പോൾ ഒരു വഴി പോലും V1 നിന്ന് V4 പോകത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നത് ഒരു റൂട്ട് പോലും എക്സിസ്റ്റ് ചെയ്യത്തില്ല എങ്കിൽ ആ ഗ്രാഫിന്റെ പേരാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. കണക്റ്റഡ് അല്ല. ഡിസ്കണക്റ്റഡ് ഗ്രാഫിന്റെ ഓരോ ഗ്രൂപ്പിനെയും പറയുന്ന പേരാണ് കമ്പോണൻസ്. കമ്പോണൻസ്. അപ്പൊ ഇവിടെ 1, 2, 3 ഇതൊരു കമ്പോണന്റ് ആണ്. 4. 4 കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻസ് ഡിനോട്ട് ചെയ്യുന്നതാണ് ഒമേഗ. ഇതാണ് കമ്പോണൻസിന്റെ എണ്ണം. കമ്പോണൻസിന്റെ എണ്ണം. അപ്പൊ 1, 2, 3, 4 പാർട്സ് ഉണ്ട്. ആ പാർട്സിന്റെ പേരാണ് കമ്പോണൻസ്. ഒരു ഗ്രാഫ് അസൈക്ലിക് ആകണമെങ്കിൽ അസൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്കിൾ വരാത്തത്. സൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തുടങ്ങി അവിടെ വന്ന് എത്തിച്ചേരണം. ഇന്റേണൽ വെർട്ടീസസ് എല്ലാം ഡിസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഗ്രാഫാണ് സൈക്ലിക് ഗ്രാഫ്. ഒരിടത്ത് തുടങ്ങി അവിടെ വന്ന് അവസാനിക്കുന്ന ഗ്രാഫാണ് സൈക്ലിക് ഗ്രാഫ്. ഇന്റേണൽ വെർട്ടീസസ് എല്ലാം ഡിസ്റ്റന്റ് ആയിരിക്കണം. അപ്പം അസൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്കിൾ വരാത്ത ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഒരു അസൈക്ലിക് ഗ്രാഫാണ്. കാരണം ഇവിടെ ഒരു സൈക്കിൾ ഇപ്പൊ V1 തുടങ്ങി V1 അവസാനിക്കുന്നതായിരുന്നെങ്കിൽ V1 തുടങ്ങി V1 അവസാനിക്കുന്ന ഒരു റൂട്ട് ഉണ്ടെങ്കിൽ അതാണ് സൈക്ലിക് ഗ്രാഫ്. സൈക്ലിക് ഗ്രാഫ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സൈക്ലിക് ഗ്രാഫ് ഫോം ചെയ്യാത്തതുകൊണ്ട് അതാണ് അസൈക്ലിക്. സൈക്കിൾ ഫോം ചെയ്യാത്ത ഗ്രാഫാണ് അസൈക്ലിക്. ഇത് സൈക്ലിക് ഗ്രാഫാണ്. ഒരിടത്ത് തുടങ്ങി അവിടെ തന്നെ എത്തിച്ചേരുന്ന ഒരു റൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സൈക്ലിക്. അപ്പൊ ഇത് സൈക്ലിക് ആണ്. ഇത് അസൈക്ലിക് ആണ്. ഒരു ഗ്രാഫ് കണക്റ്റഡും ആണ് അസൈക്ലിക്കും ആണെങ്കിൽ ആ ഗ്രാഫിന്റെ പേരാണ് ട്രീ. ട്രീ. കണക്റ്റഡും ആണ് അസൈക്ലിക്കും ആണ്. കണക്റ്റഡ് ഗ്രാഫും ആയിരിക്കണം, അസൈക്ലിക് ഗ്രാഫും ആണ്. കണക്റ്റഡും ആണ് അസൈക്ലിക്കും ആയിട്ടുള്ള ഗ്രാഫാണ് ട്രീ. കണക്റ്റഡ് ആണെങ്കിൽ ഏത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു പാത്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് കണക്റ്റഡ്. സൈക്കിൾ വരാത്ത ഗ്രാഫാണ് അസൈക്ലിക്. ഇത് രണ്ടും കൂടെ ചേരുന്ന ഗ്രാഫിന്റെ പേരാണ് ട്രീ. ഇതെല്ലാം ട്രീ ആണ്. ഇതെല്ലാം ട്രീയുടെ എക്സാമ്പിൾ ആണ്. V1, V2, V3, V4 ഇതൊരു ട്രീ ആണ്. ഇവിടെ ഒരു അസൈക്ലിക്കും ആണ് കണക്റ്റഡും ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അതാണ് ട്രീ. വേറൊരു ട്രീ വരയ്ക്കാം. ഇതെല്ലാം ട്രീ ആണ്. സൈക്കിൾ ഫോം ചെയ്യാത്തത്, പക്ഷെ കണക്റ്റഡും ആണ്. V1, V2, V3, V4, V5 കണക്റ്റഡും ആണ്, അസൈക്ലിക്കും ആണ്. അതാണ് ട്രീ. ട്രീ എന്ന് പറയുന്ന ഗ്രാഫ് ട്രീ. അങ്ങനെ വരുമ്പം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചു. 2 രീതിയിലുള്ള സബ് ഗ്രാഫ് ആണെന്ന് പഠിച്ചു. ഒന്ന് പ്രോപ്പർ സബ് ഗ്രാഫും സ്പാനിങ് സബ് ഗ്രാഫും. അന്ന് ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചു. പ്രോപ്പർ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രാഫിന്റെ സബ് പാർട്ട് ആകണമെന്നേ ഉള്ളൂ. അതിന്റെ ഏതെങ്കിലും ഒരു പാർട്സ് വന്നാലും അത് സബ് ഗ്രാഫ് ആണ്. പക്ഷെ ആ സൂപ്പർ ഗ്രാഫിലുള്ള അതേ വെർട്ടെക്സ് സെറ്റ് തന്നെ സബ് ഗ്രാഫിന് വന്നാൽ ആ ഗ്രാഫിന്റെ പേരാണ് സ്പാനിങ് സബ് ഗ്രാഫ്. ആ വലിയ ഗ്രാഫിന്റെ പാർട്സ് ആയിരിക്കണം, പക്ഷെ വെർട്ടെക്സ് സെറ്റ് ഈക്വൽ ആയിട്ട് വരുന്നതാണ് സ്പാനിങ് സബ് ഗ്രാഫ്. അപ്പൊ അത് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളായിരിക്കണം കണ്ടീഷൻ. സ്പാനിങ് സബ് ഗ്രാഫ് ആയിരിക്കണം. സ്പാനിങ് സബ് ഗ്രാഫും ആയിരിക്കണം, ട്രീയും ആയിരിക്കണം. സ്പാനിങ് സബ് ഗ്രാഫും
ട്രീയും ആയിരിക്കണം. സ്പാനിങ് സബ് ഗ്രാഫും ആയിരിക്കണം, ട്രീയും ആയിരിക്കണം. എങ്കിലേ അത് സ്പാനിങ് ട്രീ ആകത്തുള്ളൂ. സ്പാനിങ് ട്രീ. സ്പാനിങ് സബ് ഗ്രാഫും ആയിരിക്കണം, ട്രീയും ആയിരിക്കണം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് സ്പാനിങ് ട്രീ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഈ ഒരു ഗ്രാഫ് ഇവിടെ V1, V2, V3, V4, V5. ഇതിനകത്ത് V1, V2, V3, V4, V5. ഇതിനകത്ത് 5 വെർട്ടീസസ് ഉണ്ട്. അപ്പൊ അതിന്റെ പാർട്സ് സബായിട്ട് വരുമ്പോഴും 5 വെർട്ടീസസ് വേണം. 1, 2. ഇതിന്റെ അതേ ഷേപ്പ് ആയിരിക്കണം, വേറെ ഷേപ്പ് അല്ല, ഇതേ ഷേപ്പ് തന്നെ. V1, V2, V3, V4, V5 ആണ് 5 വെർട്ടീസസ്. ഇത് സബായിട്ട് വരയ്ക്കുന്ന അതിന്റെ പാർട്സ് ആയിട്ട് വരയ്ക്കുമ്പോഴേ ഈ 5 വെർട്ടീസസ് വേണം. ഇതിന്റെ പാർട്ട് ആയിരിക്കണം. ഇത് ഞാൻ ഒരെണ്ണം വരച്ച് കാണിക്കാൻ നോക്കുക. ഇത് കണ്ടോ, ഈ ഷേപ്പ് ഇങ്ങോട്ട് വെച്ചാൽ അവിടെ കണ്ടെയ്ൻ ചെയ്തിരിക്കും. അപ്പൊ അവിടെ അതിന്റെ സബ് ഗ്രാഫാണ്. കൂടാതെ അത് ട്രീ ആയിരിക്കണം. സൈക്കിൾ വരരുത്. ഒരിടത്ത് തുടങ്ങി അവിടെ വന്ന് അവസാനിക്കുന്ന ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. സൈക്കിൾ വരരുത്, അസൈക്ലിക് ആയിരിക്കണം. അപ്പം ട്രീ എന്ന് പറയുമ്പോൾ അസൈക്ലിക്കും ആയിരിക്കണം, കണക്റ്റഡും ആയിരിക്കണം. ഏതൊരു ജോഡി വെർട്ടീസസ് എടുത്താലും ഇങ്ങോട്ട് നോക്കാം, ഇവിടെ ഈ വര ഇല്ലാതെ അവിടെ നിൽക്കാൻ പാടില്ല. കാരണം കണക്റ്റഡ് ആയിരിക്കണം, അസൈക്ലിക് ആയിരിക്കണം. അതാണ് ട്രീ. സ്പാനിങ് സബ് ഗ്രാഫും ആയിരിക്കണം. ഇതിന്റെ അതേ വെർട്ടെക്സ് സെറ്റ് തന്നെ വരണം. ഇതാണ് സ്പാനിങ് ട്രീ. വേറൊരെണ്ണം നോക്കാം, അതേ ഷേപ്പ് വേണം. V1, V2, V5, V4, V3. V1, V2, V5, V4, V3. ഏത് റൂട്ട് വേണേലും പറയാം, ഏത് റൂട്ടിലും വരയ്ക്കാം, എങ്ങനെ വേണേലും. V1, V3, V3, V4, V4, V5, എങ്ങനെ വേണേലും. ഇവിടെ വരയ്ക്കാൻ നിർത്തരുത്, കാരണം അത് കണക്റ്റഡ് ആയിരിക്കണം. കണ്ടോ, ഏത് ഷേപ്പും വരയ്ക്കാം. തിരിച്ചു വെച്ചാൽ അവിടെ കണ്ടെയ്ൻ ചെയ്തിരിക്കണം. അതാണ് സബ് ഗ്രാഫ്. സ്പാനിങ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റ് സെയിം ആയിരിക്കണം, ട്രീ ആയിരിക്കണം, കണക്റ്റഡും ആയിരിക്കണം, അസൈക്ലിക്കും ആയിരിക്കണം. ഇത്രയാണ് സ്പാനിങ് ട്രീ. സ്പാനിങ് ട്രീ. അപ്പൊ പരീക്ഷയ്ക്ക് വരുന്നത് ഇതല്ല. എക്സാമിന് വരുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫും ഒരു തിയറം കൂടി പറഞ്ഞോട്ടെ. കെയ്ലീസ് തിയറം എന്ന് പറയും. കെയ്ലീസ് തിയറം. കെയ്ലീസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അന്ന് പഠിച്ചു. കംപ്ലീറ്റ് ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് n വെർട്ടീസസ് ആണ്, kn ആണ്. അതിനകത്ത് n⁻⁻², സ്പാനിങ് ട്രീസ് വരും. സ്പാനിങ് ട്രീസ്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് n വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ n⁻⁻² സ്പാനിങ് ട്രീസ് വരും. n⁻⁻² സ്പാനിങ് ട്രീസ്. n⁻⁻² സ്പാനിങ് ട്രീസ് വരും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ K4 and its spanning trees. Draw K4 and its spanning trees. K4 വരച്ചിട്ട് അതിന്റെ സ്പാനിങ് ട്രീസ് കൂടെ വരയ്ക്കണം. കംപ്ലീറ്റ് ഗ്രാഫിന് മാത്രമേ ഇങ്ങനെ ഒരു കണക്കുള്ളൂ. ഇപ്പം കുറച്ചും നമ്മൾ ചെയ്തത് കംപ്ലീറ്റ് അല്ല, അവിടെ വരയ്ക്കാൻ പറ്റുന്ന അത്രേ പറ്റുള്ളൂ. K4 വരച്ചിട്ട് സ്പാനിങ് ട്രീസ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. K4 വരച്ചിട്ട്. K4-നകത്ത് എത്ര സ്പാനിങ് ട്രീസ് കാണും? K4-നകത്ത് ഈ കണക്കനുസരിച്ച് പറഞ്ഞേ. K4 സ്പാനിങ് ട്രീസിന്റെ എണ്ണം 4:? പറയടാ. K4-നകത്ത് 4:?
4 minus 2. 4/2. ആ അപ്പൊ 4 സ്ക്വയർ 16. സ്പാനിങ് ട്രീസ് ഉണ്ട്. 4 സ്ക്വയർ 16 സ്പാനിങ് ട്രീസ് വരയ്ക്കാം. ആദ്യം K4 വരച്ച് K4 നമ്മൾ അന്ന് പഠിച്ചു 4 വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്ന അന്ന് പഠിച്ചു. എന്ത് പഠിച്ചു? അതൊരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. ലൂപ്പും പാരലൽ എഡ്ജസും വരരുത്. ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. അങ്ങനെയാണ് നമ്മൾ അന്ന് പഠിച്ചത്. ഏതൊരു ജോഡി വെർട്ടീസസ് എടുത്താലും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. V1, V2, V3, V4 ഏത് ജോഡി വെർട്ടീസസ് എടുത്താലും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. ഇതാണ് കംപ്ലീറ്റ് ഗ്രാഫ് K4ന്റെ. അതിൽ നിന്ന് വരയ്ക്കാൻ പറ്റുന്ന 16 സ്പാനിങ് ട്രീസ് വരയ്ക്കണം. 16 സ്പാനിങ് ട്രീസ്. ഇതൊരു സ്പാനിങ് ട്രീ ആ, കണ്ടോ? ഇതേ ഷേപ്പ് V1, V2, V3, V4 ഇതൊരെണ്ണം. ഇത് വേറൊരെണ്ണം 2, പിന്നെ ഇത് 3, 4, 4 ഇതിന്റെ പാർട്ടായിരിക്കണം, അസൈക്ലിക് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ വേറെ ഇത് അതിന്റെ പാർട്ടാ. V1, V2, V3, V4 കണ്ടോ? നടുക്ക് പറയുന്നത് വെർട്ടെക്സ് അല്ല, അതൊരു സൈക്ലിക്കും ആകത്തില്ല. ഇത്രയും ഒരു പാർട്ട്. വേറൊരെണ്ണം ഇത് 2, പിന്നെ ഇതൊരെണ്ണം 3, 4 ഇത്രയും 8 എണ്ണമായി. പിന്നെ ഇതൊരെണ്ണം വരാം, ഇങ്ങനെ വരാം. V1, V2, V3, V4 N പോലെ ഒരെണ്ണം വരാം. V4, V1, V3, V2 എല്ലാ വെർട്ടീസസും ഉണ്ട്. തിരിച്ച് അതുപോലെ ഒരെണ്ണം എഴുതാം. ഇങ്ങോട്ട് ഇങ്ങനെ കണ്ടോ? V1, V4, V2, V3 പിന്നെ ഇങ്ങോട്ട് ഒരെണ്ണം എഴുതാം. V2, V1, V3, V4 ഇപ്പൊ 4, 4, 8, 4 12 എണ്ണമായി. ഇനി 12 പിന്നെ 12 എണ്ണമായി. ഇതൊരു വെർട്ടെക്സ് അല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ഇത് ചെരിഞ്ഞു പോയി. V1, V4, V2, V3 ഇതൊരെണ്ണം. ഇങ്ങനെ വരയ്ക്കാം. 2, 2 3 4 കണ്ടോ? 4, 4, 8, 4 12 4 16. ഈ നടുക്ക് വരുന്ന ഒരു വെർട്ടെക്സ് അല്ല, അപ്പൊ സൈക്കിൾ ആകത്തില്ല. V1, V2, V3, V4 ഇതെന്താ വരയ്ക്കാഞ്ഞത്? ഇതിന്റെ പാർട്ടായിരുന്നല്ലോ. ഇതേ ഷേപ്പ് തന്നെ, വെർട്ടീസസിന്റെ എണ്ണവും സെയിം ആയിരുന്നു. എന്തുകൊണ്ടാ വരയ്ക്കാതിരുന്നത്? ഇത് സ്പാനിങ് ട്രീ ആക്കാതിരുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞേ? പറഞ്ഞയുടെ ആരേലും? V1, V2, V3, V4 ഇതിന്റെ പാർട്ടാണ്, സബ് ഗ്രാഫ് ആണ്. ഇത് കണക്റ്റഡ് ആയിരുന്നോ എന്ന് നോക്കിയേ. ഇത് കണക്റ്റഡ് ആണോന്ന്. ഏത് 2 വെർട്ടീസ് എടുത്താലും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേ. V1ൽ നിന്നും V2ലോട്ട് പോകാൻ ഒരു റൂട്ടും ഇല്ല. ഇത് കണ്ടോ? ഇത് വെർട്ടെക്സ് അല്ല, ഇത് വെർട്ടെക്സ് അല്ല, ഇത് വെർട്ടെക്സ് അല്ല. V1ൽ നിന്നും V2ലോട്ട് പോകാൻ ഒരു റൂട്ട് പോലും ഇല്ല. അല്ലെ V1ൽ നിന്നും V4ലോട്ട് പോകാൻ റൂട്ടില്ല. അതുകൊണ്ട് ഇത് കണക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് ആ ഗ്രാഫ് വരയ്ക്കാഞ്ഞത്. വെർട്ടീസസ് സബ് ഗ്രാഫ് ആയിരുന്നു, സ്പാനിങ് സബ് ഗ്രാഫ് ആയിരുന്നു. പക്ഷെ അവിടെ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് അത് വരയ്ക്കാഞ്ഞത്.
ഇതാണ് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. K4 വരച്ചിട്ട് സ്പാനിങ് ട്രീയും വരയ്ക്കാൻ. K3 വരച്ചിട്ട് സ്പാനിങ് ട്രീസ് വരച്ച് K3 ഡ്രോ K3 ആൻഡ് ഇറ്റ് സ്പാനിങ് ട്രീസ്. K3 വരയ്ക്ക്. 3 - 2 3 മൂന്നെണ്ണം വരും. ഇത് V1 V2 V3 ഇതാ K3. ഓരോ പ്രാവശ്യം ഓരോ എഡ്ജ് അങ്ങ് കളഞ്ഞാൽ മതി. ഇത് 1 2 3 കണ്ടോ, ഇത്രയേ ഉള്ളൂ. 3 അവിടുത്തെ സ്പാനിങ് ട്രീസ് ആയിട്ട് വരുന്നത്. 3. പിന്നെ ഒരു ഗ്രാഫില് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓരോ എഡ്ജസിനും കറസ്പോണ്ടിങ് ഓരോ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ വെയ്റ്റഡ് ഗ്രാഫ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാഫില് A B C D E F, A to B 1, B to C 2, C to D 2, D to E 4, E to F 3, F to A 3. അല്ല, A to C തന്നിട്ടുള്ളത് 4, A to C 4, A to C 4, B to E 4, B to E 4, B to E 4, B to E 4, D to F 5, D to F 5, D to F 5, A to E 3, A to E 3, A to E 3, A to E 3, A to D 1, A to D, A to D 1, A to D 1. ഇത്ര അവിടെ തന്നു. ഈ ഗ്രാഫിലെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഈ ഗ്രാഫിലെ വെയിറ്റ് കാണാൻ പറഞ്ഞ എല്ലാ എഡ്ജസിന്റെയും കറസ്പോണ്ടിങ് വെയിറ്റ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. എല്ലാം കൂടി കൂട്ടി പറഞ്ഞ് ഫുള്ള് ആഡ് ചെയ്ത് പറഞ്ഞ് വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്ത് പറ. ടോട്ടൽ വെയിറ്റ് മൊത്തം കൂട്ട്. വാലി എല്ലാവരും കൂട്ടി എഴുതും. എത്രയാന്ന് നോക്കിയാടെ കൂട്ടി പറഞ്ഞേ. 2 + 1 4 4 1 2 4 3 5 3 3. 32 മിസ്. ശരിയാടാ, 32. ഇതിന്റെ ഫുൾ ടോട്ടൽ വെയിറ്റ് 32 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് മിനിമം വെയിറ്റോട് കൂടിയ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. മിനിമം വെയിറ്റോട് കൂടിയ സ്പാനിങ് ട്രീ കാണണം. അപ്പൊ നമ്മൾ വരച്ചതുപോലെ അത് ഏറ്റവും ചെറിയ വെയിറ്റോട് കൂടിയത് വേണം ചെയ്യാൻ. അതാണ് മിനിമൽ സ്പാനിങ് ട്രീ, അല്ലെ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയും. മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ സ്പാനിങ് ട്രീ ഓഫ് മിനിമം വെയിറ്റോട് കൂടിയ സ്പാനിങ് ട്രീ. 2 അൽഗോരിതമാണ് അതിന് പഠിക്കുന്നത്. ക്രസ്കൽസ് അൽഗോരിതവും പ്രിംസ് അൽഗോരിതം. ക്രസ്കലും പ്രിംസ് അൽഗോരിതം, ഈ 2 അൽഗോരിതം വഴിയാണ് മിനിമൽ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുന്നത്. ക്രസ്കലും പ്രിംസ് അൽഗോരിതം, ഇത് 2 മെത്തേഡിലാണ് മിനിമൽ സ്പാനിങ് ട്രീ കാണുന്നത്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിന് ചെയ്യാം. മിനിമൽ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ PDF-ന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പഠിക്കണേ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ട് തരാം. നമുക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ ഇട്ട് തരാം. അല്ല, നിങ്ങൾ അത് ഇല്ലെങ്കിൽ പറയണം. അത്രയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.
താങ്ക് യു വെരി മച്ച്.